ആരുടെയോ കരങ്ങൾ തൻ്റെ തോളിൽ അമർന്നതും അരുൺ കണ്ണീരോടെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വേദനയോടെ തന്നെ ഉറ്റുനോക്കുന്ന ആരുവിനെയാണ്. അവളെ കണ്ടതും അരുൺ മറ്റൊന്നും ചിന്തിക്കാതെ ഒരു പൊട്ടിക്കരച്ചിലോടെ അവളെ ഇറുകെ പുണർന്നിരുന്നു. ആരു, സോറി ഡി, സോറി, നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു. അവസാനം നിന്നെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു സഹോദരനായിപ്പോയില്ലേ ഞാൻ. നിന്നെ അവന്മാർ ഉപദ്രവിച്ചില്ലല്ലോ. അവന്മാർ ചതിയന്മാരാണെന്ന് എനിക്ക് അറിഞ്ഞില്ലടി. എന്നോട് നീ ക്ഷമിക്ക്. അരുൺ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആരു അവനിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് പറഞ്ഞു, അരുൺ, എനിക്കൊന്നും പറ്റിയില്ലടാ, നീ കരച്ചിലൊന്ന് നിർത്ത്. ഓരോന്ന് പറഞ്ഞ് ആരു അവനെ സമാധാനിപ്പിച്ചു. ആരു, അവന്മാർ അവന്മാർ എവിടെ? അവരെ ഞാനിന്ന് കൊല്ലും എന്നും പറഞ്ഞ് അരുൺ നടക്കാനൊരുങ്ങി. അതിൻ്റെ ആവശ്യമില്ലല്ലോ കുഞ്ഞളിയ. അവർക്ക് പരലോകത്തേക്കുള്ള വിസയും കൊടുത്ത് ഞാനങ്ങ് പറഞ്ഞയച്ചിട്ടുണ്ട്. അളിയനും വിസ എടുക്കാൻ ഞാൻ ഒരുങ്ങിയതാ. പക്ഷേ ഇവൾ സമ്മതിക്കണ്ടേ? ജീവയുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അരുൺ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന ജീവയെ കണ്ടതും അരുണിൻ്റെ മുഖത്ത് ഞെട്ടലും പതർച്ചയും ഒരുപോലെ വന്ന് നിറയുന്നത് ജീവ ശ്രദ്ധിച്ചു. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? പക്ഷേ എനിക്ക് വന്നല്ലേ പറ്റൂ. നീ ഇവളെ ഇവിടെ കളഞ്ഞിട്ട് പോയി തിരിച്ചു വരുന്നതിന് മുൻപേ ഞാനിവിടെ എത്തിയതാ. ഇവൾ വിളിച്ചിട്ട് ഞാനിവിടെ എത്തിയതൊന്നല്ല കേട്ടോ. കുറച്ച് നാളുകളായി നിന്റെ പിറകിൽ നിഴൽ പോലെ ഞാനുണ്ടായിരുന്നു. നിന്റെ കൂടെ ഇവൾ സേഫ് അല്ലെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതെനിക്ക് നിന്നോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടൊന്നുമല്ല, നിന്റെ ഈ കൂട്ടുകെട്ട് അതാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത്. നിനക്കിട്ട് നന്നായി പൊട്ടിക്കാൻ ഒരുങ്ങി തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നത്. അപ്പോഴാണ് ഇവളുടെ ഒരു സഹോദര സ്നേഹം. ഇവിടെ നിന്ന് അവൾ എൻ്റെ കൂടെ വരാൻ തയ്യാറല്ലായിരുന്നു. അവൾക്ക് ഉറപ്പാണെന്ന് നീ അവളെ അന്വേഷിച്ച് തിരിച്ചു വരുമെന്ന്. അപ്പം ഞാൻ കരുതി അതൊന്ന് കണ്ടേക്കാമെന്ന്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് നീ തിരികെ വന്നു. കൂടെ നിന്റെ കൂട്ടുകാരെയും കണ്ടപ്പോൾ എനിക്ക് ചൊറിഞ്ഞു കയറി വന്നതാണ്. നിന്നെയും അവന്മാരെയും പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ മറഞ്ഞു നിന്നത്. നിന്റെ കൂട്ടുകാർ നിന്നോട് സംസാരിച്ചത് മുഴുവൻ ഞാൻ കേട്ടിരുന്നു. അവരപ്പോൾ തന്നെ തീർക്കാൻ ഞാൻ ഒരുങ്ങിയതാണ്. അവിടെയാണ് നീ എന്നെ അത്ഭുതപ്പെടുത്തിയത്. യഥാർത്ഥ സഹോദരനാണെന്ന് നീ അവിടെ തെളിയിച്ചു. പിന്നീട് നടന്നതൊക്കെയും നിനക്ക് അറിയാവുന്നതല്ലേ. ഇവളെ പിന്തുടർന്നോടി അവന്മാർ നേരെ ചെന്ന് പെട്ടത് എൻ്റെ മുന്നിലും. മൂന്നിൻ്റെയും ജീവൻ മാത്രം ബാക്കിയുണ്ട്. ദേ അവിടെ കിടപ്പുണ്ട്. വേണേ ചെന്ന് കൂട്ടുകാരെ രക്ഷിക്ക്. നിനക്ക് വലുത് അവരാണല്ലോ. ഇവള് നിന്റെ ശത്രുവാണല്ലോ അല്ലേ? എന്നോടും എൻ്റെ സഹോദരങ്ങളോടും ഉള്ള പകയാണല്ലോ നീ ഇവളോട് തീർക്കുന്നത്. ആദിയെയും അഭിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവ പറഞ്ഞു, ഇനിയെങ്കിലും അവസാനിപ്പിച്ചൂടെ ഇതൊക്കെ? നിങ്ങളും ഈ വാശിയും വൈരാഗ്യവും മനസ്സിൽ വെച്ച് നടന്ന് ഈ നല്ല പ്രായം വെറുതെ കളയണോ? എനിക്കും മുൻപ് നിങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരോടും ദേഷ്യം ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ നിങ്ങളൊക്കെ ഇവളുടെ ആരൊക്കെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എല്ലാം മറന്നു. കാരണം ഇവളുടെ സന്തോഷമായിരുന്നു എനിക്ക് വലുത്. ഇവൾക്ക് എല്ലാവരെയും വേണമെന്ന്. രണ്ട് വീട്ടുകാരുടെ ഭാഗത്തും തെറ്റുണ്ട്. ആ തെറ്റ് വലിയൊരു ശരിയാക്കി മാറ്റാൻ നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അതിനെനിക്ക് അരുണിൻ്റെ സഹായം വേണം. ഇതൊക്കെയും കേട്ട് അരുൺ ഒന്നും മിണ്ടാതെ നിൽപ്പാണ്. അപ്പോഴാണ് ജീവ അവൻ്റെ മുറിവൊക്കെ ശ്രദ്ധിക്കുന്നത്. ആദ്യോട് അവന് വെള്ളം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം അരുണിൻ്റെ അരികെ വന്നിട്ട് അവന് നേരെ ഒരു കുപ്പി വെള്ളം നീട്ടി. അരുൺ ആദ്യം ഒന്ന് നോക്കി അത് വാങ്ങിച്ചു കുടിച്ചു. ശേഷം ജീവ തൻ്റെ വണ്ടിയിൽ നിന്നും ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവന്നു. അരുണിൻ്റെ മുറിവൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അരുൺ ജീവയുടെ പ്രവർത്തികൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എടാ അളിയ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. നീ എനിക്കിപ്പോൾ ആദ്യം പോലെ തന്നെയാ. എന്താ വിശ്വാസം വരുന്നില്ലേ? അരുണിൻ്റെ നോട്ടം കണ്ട് ജീവ ചോദിച്ചു. അങ്ങനെ വിശ്വാസക്കുറവൊന്നുമില്ല. അല്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. അതൊക്കെ പറയാം. ആദ്യം എനിക്കറിയേണ്ടത് എല്ലാം മറന്ന് നീ ഞങ്ങളുടെ കൂടെ നിൽക്കുമോ എന്നാണ്. ജീവയുടെ ചോദ്യം കേട്ടതും അരുണിന് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. ആരവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇവൾക്ക് വേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ്. എന്നാ കുഞ്ഞലിയൻ ഐശ്വര്യമായിട്ട് ഇവന് കൈ കൊടുത്തേ എന്നും പറഞ്ഞ് ആദിയെ ചൂണ്ടിയതും ആദി നിറഞ്ഞ ചിരിയോടെ അരുണിന് നേരെ കൈ നീട്ടിയപ്പോൾ അരുൺ തിരികെ കൈ കൊടുത്തുകൊണ്ട് ആദിയെ ഇറുകെ പുണർന്നു. ആ കാഴ്ച ജീവയും ആരുവും അഭിയും നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു. അവരുടെ ആദ്യ ലക്ഷ്യം എന്നത് സിദ്ധുവിനെ കൂടി ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി തങ്ങളുടെ കൂടെ കൂട്ടുക എന്നതാണ്. അതിനൊരു വഴി കണ്ടെത്താൻ കുരുട്ടുബുദ്ധിക്കാരായ ആദിയെയും അരുണിനെയും ഏൽപ്പിച്ചു. ജീവക്കും ആരുവിനും ഇപ്പോൾ കാണാനും സംസാരിക്കാനും ഒക്കെ അരുണിൻ്റെ സപ്പോർട്ട് കൂടിയുണ്ട്. അങ്ങനെ അക്കാര്യങ്ങളൊക്കെയും നൈസായിട്ട് നടക്കുന്നുണ്ട്. 2 ദിവസത്തിന് ശേഷം ജീവയുടെ വീട്ടുകാർ മുഴുവനും ഒരു ക്ഷേത്ര ദർശനത്തിന് വേണ്ടി കുറച്ച് ദൂരയാത്ര പോവുകയാണ്. ലക്ഷ്മിക്ക് വേണ്ടിയാണ് ഈ യാത്ര. അതുകൊണ്ട് ലക്ഷ്മി അടക്കം പോയിരുന്നു. ജീവ മാത്രം എന്തൊക്കെയോ ഒഴിവുകേടുകൾ പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ പോയതുമില്ല. ഇപ്പോൾ മതിൽച്ചാട്ട നിർത്തിയതുകൊണ്ട് ആരുവിനെ സ്വസ്ഥമായി കാണാനും പറ്റാറില്ല. അതുകൊണ്ട് മനസ്സിൽ ചില കണക്കുകൂട്ടലുകളുമായി ജീവ എല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ യാത്ര അയച്ചു. അവരൊക്കെ വെളുപ്പിന് തന്നെ യാത്ര തിരിച്ചിരുന്നു. ആരുവിനെ ഇന്ന് മുഴുവനും തൻ്റെ കൂടെ നിർത്തണം എന്ന ഉദ്ദേശത്തോടെ ജീവ അന്ന് കോളേജിൽ പോവാനിരുന്ന ആരുവിനെ ആരും കാണാതെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. ആദ്യ,
നീ എനിക്ക് ഐശ്വര്യമായിട്ടൊരു കോഫി ഇട്ട് തന്നേ. അവളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നുകൊണ്ട് ജീവ പറഞ്ഞു. ആരോ കോഫി റെഡിയാക്കാൻ തുടങ്ങി. ജീവ അവളുടെ അരികിൽ തന്നെയുണ്ട്. അപ്പോൾ കഴിക്കാനൊന്നും വേണ്ടേ? ഞാൻ ഉണ്ടാക്കിയാ കഴിക്കുമോ? അതെന്ത് ചോദ്യം എൻ്റെ ഭാര്യയെ? നിന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതല്ലേ ജീവിതകാലം മുഴുവനും ഞാൻ കഴിക്കേണ്ടത്? അല്ല, നിനക്കതിന് വല്ലതും ഉണ്ടാക്കാനറിയോ? ആര് പറഞ്ഞു അറിയില്ലെന്ന്? എനിക്ക് അത്യാവശ്യം കുക്കിങ്ങൊക്കെ അറിയാം. ജിജേട്ടന് എന്താ വേണ്ടേ? എന്തായാലും കുഴപ്പമില്ല, പക്ഷേ കഴിക്കാൻ പറ്റണം. അങ്ങനെ എന്നെ കൊച്ചാക്കൊന്നും വേണ്ട. ഓ ശരി, ഞാൻ പറഞ്ഞത് പിൻവലിച്ചു പോരെ? അവളുടെ താടി പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ടവൻ അത് പറഞ്ഞതും ആരുവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ ദോശ ഉണ്ടാക്കാം. ഫ്രിഡ്ജിൽ മാവിരിക്കുന്നത് കണ്ടു. പിന്നെ എന്തേലും കറി ഉണ്ടാക്കാം. ജിജേട്ടൻ ഈ കോഫിയും കൊണ്ട് അങ്ങോട്ട് ചെന്നോളൂ എന്നും പറഞ്ഞ് ആരും അവന് നേരെ കോഫി നീട്ടിയപ്പോൾ അവനത് വാങ്ങിച്ച് കൗണ്ടർ ടോപ്പിന് മുകളിൽ വെച്ച ശേഷം മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആരുവിനെ വട്ടം ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ തോളിൽ താടിയൂന്നി നിന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ ആരുവിൻ്റെ ശരീരം പൂങ്കുല പോലെ വിറപ്പുണ്ടു. ആദ്യ, നിന്നെ ഇങ്ങനെ കിച്ചണിൽ നിർത്താനല്ല ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്ക് കൺകുളിർക്ക് കാണാനും സ്നേഹിക്കാനും വേണ്ടിയാ. അവൻ്റെ സംസാരത്തിലെ വശ്യത അവളെ ഒന്നുകൂടെ തളർത്തി. ജിച്ചേട്ടനിപ്പോൾ പോ, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നോളാം. എന്നാ ഞാൻ കൂടി ഇവിടെ നിൽക്കാം. അതൊന്നും വേണ്ട. വേണമെന്നേ എന്നും പറഞ്ഞ് അവളുടെ മുടി വകഞ്ഞു മാറ്റി പിൻകഴുത്തിൽ ചുണ്ടമർത്തി. ജിച്ചേട്ടാ. ആദ്യ, പ്ലീസ് ജിച്ചേട്ടാ, പ്ലീസ് ആദ്യ. അന്നേരം ജീവ അവൾക്കായി ഒരു പാരഡി സോങ് പാടിട്ടോ. ജീവയുടെ പാട്ട് കേട്ട് ആരും കണ്ണു മിഴിച്ച് അവനെ നോക്കി. ഇത്ര നന്നായിട്ട് ജിച്ചേട്ടൻ പാടോ? അത് കേട്ടതും ജീവ ഒന്ന് ചിരിച്ചു. ജിച്ചേട്ടാ, ഇതിൻ്റെ ഒറിജിനൽ എനിക്ക് പാടിത്തരാവോ? അതിനെനിക്ക് പാടാൻ അറിഞ്ഞിട്ട് വേണ്ടേ? കള്ളം. ആന്നേ എന്നും പറഞ്ഞ് അവനൊരു കള്ളച്ചിരി പാസ്സാക്കി. എങ്കിൽ എന്നെ വിട്ടേ, എന്നിട്ട് ഇയാൾ അങ്ങോട്ട് ചെല്ലി എന്നും പറഞ്ഞ് ആരും അവനിൽ നിന്നുള്ള പിടി അയച്ചു. ജീവ ഒരു ചിരിയോടെ കോഫി കപ്പ് കൈ പിടിച്ചു ഒന്ന് സിപ്പ് ചെയ്തു. വാവ്, സൂപ്പർ. നിന്നെപ്പോലെ തന്നെയാണ് നിന്റെ കോഫിയും. എല്ലാം പാകത്തിനുണ്ട്. അത് കേട്ട് ആരും കണ്ണുമിഴിച്ച് അവനെ നോക്കി. അവളുടെ നോട്ടം കണ്ട് ജീവ എന്താ എന്ന പോലെ പുരികം പൊക്കി. അത് കണ്ടതും ആരും മുഖം തിരിഞ്ഞു നിന്ന് സവാള അരിയാൻ തുടങ്ങി. അപ്പോഴാണ് ജീവയുടെ പാട്ട് അവൾ കേൾക്കുന്നത്. പക്ഷെ അവൾ തിരിഞ്ഞു നോക്കിയില്ല. നിനക്കായി ഞാൻ പാട്ട് പാടുമ്പോ എനിക്കായി നീ കാത്തു നിന്നില്ലേ? നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തു പാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ? ആ മനോഹരമായ വരികൾ അതിമനോഹരമായി മൂളിക്കൊണ്ട് അവൻ ആരുവിൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തു. ശേഷം കോഫി കപ്പും കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് അകത്തേക്ക് നടന്നു. അവൻ്റെ പാട്ടിൽ ലയിച്ചു പോയ ആരു സ്വബോധത്തിലേക്ക് വന്നു. തൻ്റെ ജോലിയിൽ ശ്രദ്ധ കൊടുത്തു. ആരുവിൻ്റെ മടിയിൽ തലവെച്ച് കണ്ണടച്ച് കിടക്കിയാണ് ജീവ. അവൻ്റെ മുടിയിലൂടെ അവൾ പതുക്കെ വിരലോടിച്ചു കൊണ്ടേയിരുന്നു. ജിച്ചേട്ടാ, അവൾ പതിയെ വിളിച്ചു. അവനൊന്നും മിണ്ടുന്നില്ല എന്നറിഞ്ഞ ആരു വീണ്ടും വിളിച്ചു. ജിച്ചേട്ടാ. എന്താടാ വാവേ? വാവയോ? ആരുടെ വാവ? എൻ്റെ എന്താ സംശയമുണ്ടോ? അതും പറഞ്ഞ് അവൻ കണ്ണു തുറന്ന് അവളെ ഒന്ന് നോക്കി. ജിച്ചേട്ടാ, എനിക്ക് ഒരു പാട്ട് പാടിത്തരാവോ? ഇപ്പോഴോ? ഇപ്പോഴെന്താ കുഴപ്പം? പ്ലീസ് ജിച്ചേട്ടാ. നിമിഷ നേരം കൊണ്ട് ഞാൻ ഇയാളുടെ വോയിസിൽ അങ്ങ് അഡിക്റ്റ് ആയിപ്പോയി. അത്രയ്ക്കും വേണോ എൻ്റെ ഭാര്യയെ? നിൻ്റെ ഒരു ആഗ്രഹമല്ലേ ഞാൻ സാധിച്ചു തന്നില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞ് അവൻ ഏതാ ഇപ്പം പാടുക എന്നും പറഞ്ഞു ചിന്തയിലാണ്ടു. കുറച്ചു നേരം ആലോചന തുടർന്ന ശേഷം നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു, ആദ്യ, ദിസ് ഈസ് ഫോർ യു. ശേഷം പാട്ടിൻ്റെ വരികൾ മൂളി തുടങ്ങി. ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയേ പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളി പോൽ നുകർന്നിടുവാനാ പറന്നെത്തി ഞാൻ. നീ എന്നിലെ ഒളിയായി മാറിടുമോ? പിരിയാതെന്നെന്നുമേ ജീവനേ. ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ? ഹൃദയം നീറുമ്പോഴും എന്നെന്നുമേ. പാട്ട് കഴിഞ്ഞതും
ആരുവിൻ്റെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞിട്ട് ജീവ അവളുടെ മടിയിൽ നിന്നും തല ഉയർത്തി നോക്കിയപ്പോൾ അവൾ സോഫയിൽ തലചായ്ച്ച് സുഖമായി ഉറങ്ങുന്നു. അത് ശരി, ഇത്ര പെട്ടെന്ന് ഉറക്കം പിടിച്ചോ? ഇപ്പം ശരിയാക്കി തരാം എന്നും പറഞ്ഞ് അവളെ ഒന്ന് അടിമുടി നോക്കി. അപ്പോഴാണ് അവളുടെ ധാവണിയുടെ ഷോള് തെന്നി മാറിയത് അവൻ ശ്രദ്ധിക്കുന്നത്. അവിടെ നിന്ന് കൈ മെല്ലെ മുകളിലോട്ട് ചലിപ്പിച്ചു അവളുടെ ഇടത് മാറിൽ പിടിമുറുക്കിയപ്പോൾ ആരും ഞെട്ടിയുണർന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളങ്ങ് വല്ലാതെയായിപ്പോയി. അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാനൊരുങ്ങിയപ്പോഴാണ് അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീഴുന്നത്. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ഇടുപ്പിലൂടെ പിടിമുറുക്കിയപ്പോൾ അവൻ്റെ നെഞ്ചിൽ കുഞ്ഞു കടി കൊടുത്ത് അവനെ സോഫയിലേക്ക് തള്ളിയിട്ട് ഓടി. നെഞ്ച് തടവിക്കൊണ്ട് അന്നേരം ജീവ ഓടിച്ചെന്ന് ഡോർ അടച്ച് ലോക്ക് ചെയ്തതും ആരുവിൻ്റെ ഹൃദയം പെരുമ്പറ മുഴക്കി. വശ്യതയാർന്ന നോട്ടത്തോടെ തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നവനെ കണ്ടതും ആരു പിന്നിലേക്ക് ചുവടുകൾ വെച്ചു. ഒടുവിൽ അവൾ ബെഡിലേക്ക് മലർന്നടിച്ച് വീണതും ജീവ ഞൊടിയിടയിൽ അവളിലേക്ക് അമർന്നു. അന്നേരം അവൾ ശരിക്കും കിതക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മുഖം ലക്ഷ്യമാക്കി വരുന്നവനെ കാണവേ അവളുടെ ഉടലാകെ വിറപ്പൂണ്ടു. അവൻ്റെ അന്നേരത്തെ വശ്യതയാർന്ന നോട്ടത്തിൽ ആരുവിൻ്റെ ഹൃദയതാളം പൊടുന്നനെ ഉയർന്നു. അവളുടെ പിടക്കുന്ന മിഴികളും വിറക്കുന്ന അതരങ്ങളും കാണവേ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവളുടെ അതരങ്ങൾ തൻ്റേതാക്കി മാറ്റുമ്പോൾ അവൻ്റെ കരങ്ങൾ അവളുടെ ശരീരത്തിൽ ഒഴുകി നടന്നു. ദീർഘചുംബനത്തിന് ശേഷം അവളിൽ നിന്ന് അകന്നു മാറുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പിനനുസരിച്ച് ഉയർന്ന് താഴ്ന്ന മാറിടങ്ങളിലേക്ക് അവൻ്റെ നോട്ടം ചെന്നെത്തി. അതവൻ്റെ വികാരങ്ങൾ ഉണർത്താൻ പാകത്തിലുള്ളതായിരുന്നു. അവളുടെ കാതോരം ചുണ്ടുകൾ പതിപ്പിച്ചു ആർദ്രമായി വിളിച്ചു, ആദ്യ. അവൻ്റെ ആർദ്രമായ സ്വരം അവളുടെ കാതിൽ പതിഞ്ഞതും ആരും അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആദ്യ, ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടെ. അവളുടെ കണ്ണിലേക്ക് ദൃഷ്ടി ഊന്നിക്കൊണ്ട് വലതുമാർ പതിയെ ഞെരിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവളുടെ ശരീരത്തിലൂടെ മിന്നൽ പിണർ കടന്നു പോകുന്നത് പോലെ തോന്നി. ഒരു പ്രത്യേക തരം ഭയം അവളിൽ അന്നേരം ഉടലെടുത്തു. ഒന്നും പറയാനാവാതെ അവൾ ഉമിനീരിറക്കിപ്പോയി. ആദ്യ, പറ, ഞാനിവിടം ടേസ്റ്റ് ചെയ്തോട്ടേന്ന്. ഇതെന്നെ വല്ലാതെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതിൻ്റെ മൃദുലത എനിക്ക് തൊട്ടറിയണം ആദ്യ. വികാരത്തിൻ്റെ തീവ്രതയിലിരിക്കുന്ന താൻ അവളോട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് അവന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. അന്നേരം ഭയത്തിന് പുറമെ നാണത്തിൻ്റെ ചുവപ്പ് രാശി കൂടി അവളുടെ മുഖത്ത് പടർന്നു. അവൻ്റെ മുഖത്ത് നോക്കാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി. അവളുടെ ധാവണിയുടെ ഷോളിൻ്റെ മറ നീക്കി അവൻ ഒന്നുകൂടെ ചോദ്യഭാവത്തിൽ അവളെ നോക്കിയപ്പോൾ അവൾ സമ്മതമെന്നോണം നാണത്തോടെ തല അനക്കിയതും ജീവ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവളുടെ ബ്ലൗസിൻ്റെ ഹുക്ക് പല്ലുകൊണ്ട് കടിച്ചെടുത്തു. അവൻ്റെ ആ വശ്യതയാർന്ന നോട്ടവും പുഞ്ചിരിയും കലർന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി. ആദ്യത്തെ 2 ഹുക്ക് അഴിച്ചതും അവളുടെ മാറിടത്തിൻ്റെ പകുതി അവന് മുന്നിൽ ദൃശ്യമായി. അതോടെ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അതിനനുസരിച്ച് ആരുവിൻ്റെ ഹൃദയമിടിപ്പേറി വന്നു. ജീവയിൽ ആകാംക്ഷയും. ജീവയുടെ കൈകൾ ബാക്കിയുള്ള ഹുക്കിൽ അമർന്നു. അവസാനത്തെ ഹുക്ക് അഴിച്ചതും അവളുടെ കണ്ണിലേക്ക് മാത്രം നോട്ടം പായിച്ചുകൊണ്ട് ബ്ലൗസ് ഇരു സൈഡിലേക്കും അകത്തി വെച്ചതും ആരു നാണത്താലും ഭയത്താലും കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടമർത്തിക്കൊണ്ട് ജീവ തൻ്റെ നോട്ടം അവളുടെ മാറിലേക്ക് പായിച്ചതും അവളുടെ തൂവെള്ള മാറുകൾ കാണവേ ജീവയുടെ കണ്ണുകൾ തിളങ്ങി. അവൻ്റെ കണ്ണുകൾ അവിടെ മുഴുവൻ അലഞ്ഞു നടന്നു. എന്ത് ഭംഗിയാ പെണ്ണെ, കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ആദ്യ, ഞാനിതൊന്ന് ശരിക്കും കണ്ടോട്ടെ. അവൻ്റെ ചോദ്യം കേട്ട് ആരുവിൻ്റെ ഹൃദയം പടപടാന്നിടിക്കാൻ തുടങ്ങി. ഒരുതരം ഭയം അവളിൽ പിറവിയെടുത്തു. അവളുടെ ശരീരം വിയർപ്പ് തുള്ളികളാൽ കുതിർന്നു. അവൻ്റെ കരങ്ങളാൽ അവിടം ഞെരിഞ്ഞുടഞ്ഞു. ആ ജിച്ചേട്ട വേണ്ട. അവളിൽ ശീൽക്കാരങ്ങൾ ഉയർന്നു വന്നു. അതവൻ്റെ ആവേശം ഇരട്ടിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവിടം ലക്ഷ്യം വെച്ച് നീങ്ങിയതും ആരവനെ പിടിച്ചു പുറകിലോട്ടൊന്ന് തള്ളിയതും അവളുടെ ആ പ്രവൃത്തിയിൽ ജീവ പിറകിലോട്ട് വേച്ചു പോയിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ജീവ ഒരു നിമിഷം തറഞ്ഞുപോയി. ആരും അവിടെ കിടന്ന പുതപ്പ് വലിച്ചെടുത്ത് തൻ്റെ ശരീരം മറച്ചു പിടിച്ചതും ജീവ പെട്ടെന്ന് എഴുന്നേറ്റ് ഒന്നും മിണ്ടാതെ വാഷ്റൂമിലേക്ക് നടന്നു. അതവളിൽ ഒരു ചെറു നോവുണർത്തി. തൻ്റെ ഡ്രസ്സൊക്കെ നേരെയാക്കി വാഷ്റൂമിലേക്ക് നടക്കുമ്പോൾ ഡോർ ലോക്കലിലായിരുന്നു. ഷവറിന് കീഴെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ജീവയിൽ അവളുടെ നോട്ടം ചെന്നെത്തി. അർദ്ധനഗ്നനായ അവൻ്റെ ദൃഢമായ നനഞ്ഞ ശരീരം കണ്ടതും അവൾ ഉമിനീരിറക്കിപ്പോയി. അവൾ അവനരികിലേക്ക് നടന്നു. അവളുടെ സാമീപ്യം അറിഞ്ഞിട്ടും അവൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് ആരുവിനെ ചെറുതായി വിഷമിപ്പിച്ചു. അവൻ്റെ പിന്നിൽ ചേർന്ന് നിന്നു ആ ദൃഢമായ ശരീരത്തിലൂടെ കൈകൾ പതിയെ ചലിപ്പിച്ചു. അവനെ ഇറുകെ പുണർന്നതും ജീവ ഒന്ന് അനങ്ങിയതുപോലുമില്ല. ജിച്ചേട്ടാ, എന്നോട് ദേഷ്യ? എനിക്ക് അതുകൊണ്ടാ ഞാൻ. എന്നോട് പെണുങ്ങല്ലേ ജിച്ചേട്ടാ? ജിച്ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്കത് എന്തോ പോലെ തോന്നി. അതുകൊണ്ടാ. ആര് വാക്കുകൾ പെറുക്കി കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. സോറി, ഇനി ഞാൻ അങ്ങനെ പെരുമാറില്ല. അത് കേട്ടതും ജീവ അവളുടെ കൈ പിടിച്ചു വലിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി.
അവളുടെ നഗ്നമായ ഇടുപ്പിലൂടെ കൈയിട്ടതും ഒന്ന് പൊള്ളിപ്പിടഞ്ഞുകൊണ്ടവൾ അവൻ്റെ മുടിയിൽ കൊരുത്ത് വലിച്ചു. വാവേ സോറിടാ, ഞാൻ അറിയാതെ അന്നേരം എനിക്കെന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല. സോറിടാ, എൻ്റെ പെണ്ണിന് അത് ഉൾക്കൊള്ളാനാവുമോ എന്ന് ഞാൻ ചിന്തിക്കണമായിരുന്നു. എൻ്റെ കൊച്ചിനോട് ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. സത്യമായിട്ടും ഇങ്ങനൊരു ഉദ്ദേശം എൻ്റെ മനസ്സിലില്ലായിരുന്നു. ഇന്ന് മുഴുവനും നിന്നോട് സംസാരിക്കണം എന്ന് കരുതി തന്നെയാണ് ഞാൻ. അതിനിടയിൽ സോറി, നിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള മടി കൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്, അല്ലാതെ എൻ്റെ പെണ്ണിനോട് പിണങ്ങിയിട്ടല്ല എന്നും പറഞ്ഞ ജീവ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തിയപ്പോൾ അവൾ അവൻ്റെ നെഞ്ചോരം ചേർന്ന് നിന്നു. അന്നേരം അവളുടെ ചുണ്ടുകൾ ആദ്യമായി അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു. അതവൻ്റെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിയിച്ചു. ആദ്യ, അവന് കേൾക്കാൻ പാകത്തിൽ അവളൊന്ന് മൂളി. ഞാൻ ഇന്നേ വരെ കണ്ടതിൽ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് നേരത്തെ നിന്നിലൂടെ ഞാൻ കണ്ടത്. അവൻ്റെ വശ്യമായ സ്വരം കാതിൽ പതിഞ്ഞതും അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ജിച്ചേട്ടാ, എന്തായത്? ആദ്യ അവളൊന്നും മിണ്ടിയില്ല. ആദ്യ, എന്തിനാ പെണ്ണെ ഈ നാണം? നിന്നിലെ ഓരോ അണുവും എനിക്ക് അവകാശപ്പെട്ടതാണ്. നീ എനിക്ക് എല്ലാ അർത്ഥത്തിലും സ്വന്തമാകുമ്പോൾ എൻ്റെ ചുണ്ടുകൾ പതിയാത്തൊരിടം നിന്നിലുണ്ടാവില്ല. അത് കേട്ടതും അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം പുഴുത്തി. എന്ത് ഭാവിച്ചായിപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഞാനൊരു വിധം കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. അത് കേട്ട ആരു ഒന്നുകൂടി അവനിൽ ഒട്ടിച്ചേർന്നു. പെട്ടെന്ന് തോന്നിയ കുസൃതിയിൽ ജീവയുടെ കൈകൾ ഷവറിൻ്റെ പൈപ്പിലേക്ക് നീണ്ടു. തൊട്ടടുത്ത നിമിഷം ഇരുവരെയും നനയിച്ചുകൊണ്ട് വെള്ളത്തുള്ളികൾ ഒലിച്ചിറങ്ങി. അവളെ പോകാൻ അനുവദിക്കാതെ ജീവ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കിയപ്പോൾ ആരുവിൻ്റെ കൈകൾ അവൻ്റെ നഗ്നമായ പുറംമേനയിൽ അമർന്നു. ചേട്ടാ, എനിക്ക് തണുക്കുന്നു, അത് ഓഫ് ചെയ്യ്, അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് ആര് പറഞ്ഞു. ജീവ അത് കേട്ട ഭാവം നടിച്ചില്ല. അവൻ കുറച്ചു നേരം അവളെ ഇറുകെ പുണർന്നു ആസ്വദിച്ചു നിന്നു. ശേഷം ഷവർ ഓഫ് ചെയ്തതും ആരു കൃത്രിമ ദേഷ്യത്തോടെ അവനെ കടിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ചേട്ടാ, എന്തായി കാണിച്ചത്? നിങ്ങൾക്ക് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. അതും പറഞ്ഞ് ആരു അവനിൽ നിന്നും അകന്നു മാറി പോകാനൊരുങ്ങവേ അതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടവൻ അവളുടെ ധാവണിത്തലപ്പിൽ അവൻ്റെ പിടി വീണു. അതോടെ അവൾ അവിടെ അതുപോലെ നിന്നതും ജീവളുടെ അരികിൽ ചെന്നു അവളുടെ മുടി വകഞ്ഞു മാറ്റി പിൻകഴുത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികളെ തൻ്റെ ചുണ്ടിനാലും നാവിനാലും ഒപ്പിയെടുക്കുമ്പോൾ അവളുടെ മിഴികൾ അറിയാതെ കൂമ്പി അടഞ്ഞു പോയി. അവളുടെ ധാവണിശീല അവളിൽ നിന്നും അടർന്നു പോകുന്നത് അവൾ അറിഞ്ഞതേയില്ല. ജീവയുടെ കൈകൾ അവളുടെ നഗ്നമായ വയറിൽ കുസൃതി കാട്ടി തുടങ്ങിയതും അവളിൽ നിന്നും ശീൽക്കാരങ്ങൾ ഉയർന്നു വന്നു. അവളുടെ നഖങ്ങൾ അവൻ്റെ നഗ്നമായ ശരീരത്തിൽ പോറൽ വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. അവളുടെ ഇടുങ്ങിയ മാറടിക്കിൽ അവൻ തൻ്റെ നാവിനാൽ തലോടിയതും ആര് ഉയർന്ന നെഞ്ചെടുപ്പോടെ ഇരു ചുണ്ടുകളും കടിച്ചു പിടിച്ചു അവനെ തൻ്റെ മാറോടടുപ്പിച്ചു. അവളിൽ പ്രകടമാകുന്ന മാറ്റങ്ങൾ ജീവ ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ ആസ്വദിച്ചു. തൻ്റെ ചുംബനങ്ങളും തലോടലും അവളിൽ വികാരങ്ങൾ സൃഷ്ടിക്കുന്നത് ജീവ തിരിച്ചറിഞ്ഞു. അവൻ അവളുടെ മാറിൽ നിന്നും മെല്ലെ തലയുയർത്തി നോക്കി. കണ്ണുകൾ അടച്ച് തൻ്റെ പ്രണയച്ചൂടിൽ മതിമറന്ന് അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ആരുവിനെ കണ്ടതും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തോന്നിയ ജീവ അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന ഞരമ്പിലേക്ക് പല്ലുകൾ ആഴ്ത്തിയതും വേദന കൊണ്ട് അവൾ ഒന്ന് ഏങ്ങിപ്പോയി. ആ ചിച്ചേട്ടാ, എന്താ ഇത്? കണ്ണു തുറന്ന് അവൻ കടിച്ചിടം ഒഴിഞ്ഞുകൊണ്ട് ചുണ്ടു കോട്ടിക്കണ്ടവൾ പറഞ്ഞു. ഇതേ പെണ്ണെ, ഇനി ഇതുപോലെ നിൽക്കാനാ നിന്റെ ഭാവം? അവസാനം കൺട്രോൾ പോയി ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാ എന്നെ കുറ്റം പറഞ്ഞേക്കരുത്. കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് കള്ളച്ചിരിയോടെ ജീവ അത് പറഞ്ഞപ്പോഴാണ് ആര് സ്വന്തം ശരീരത്തിലേക്ക് നോക്കുന്നത്. താഴെ വീണ് കിടക്കുന്ന ധാവണശീല കണ്ടപ്പോഴാണ് താൻ ഇത്രയും നേരം ബ്ലൗസും പാവാടയും മാത്രം ഉടുത്താണ് അവന് മുന്നിൽ നിന്നതെന്ന് ഓർത്തപ്പോൾ അവൾക്ക് ചമ്മൽ തോന്നി. അവളുടെ വെളുത്ത കുഞ്ഞു വയറും ആഴമുള്ള ചുഴിയും അവൻ്റെ വികാരങ്ങൾ ഉണർത്താൻ പാകത്തിനുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ ജീവ അവിടെ നിന്ന് പെട്ടെന്ന് നോട്ടം മാറ്റി. ഇനിയും ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല, നീ പെട്ടെന്ന് ഫ്രഷായി വാ എന്ന് പറഞ്ഞ ജീവ അവിടെ നിന്ന് പോയതും ആരു വാഷ്റൂമിൻ്റെ ഡോറടിച്ച് ലോക്ക് ചെയ്തു. കുറച്ചു മുൻപ് കടന്നുപോയ നിമിഷങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയതും അവളുടെ മുഖം ചുവന്നു തൊടുത്തു. ചുണ്ടിൽ നാണത്തിൽ കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. ആരു തിരിച്ചു പോകാനൊരുങ്ങിയപ്പോഴാണ് ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ആരായിരിക്കും അത് എന്ന തോന്നൽ ഇരുവരിലും പരിഭ്രാന്തി നിറച്ചു. ആരുവിനെ മുറിയിലാക്കി ജീവ താഴെ ചെന്ന് ഡോർ തുറന്നപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന സുധാകരനെയും ഭാര്യ സുമിത്രയും മകൾ റാണിയെയും കാണുന്നത്. തൻ്റെ ചെറിയമ്മ നീലിമയുടെ ചേച്ചിയും ഭർത്താവും മകളുമായിരുന്നത്. അവരെ കണ്ടതും ജീവയുടെ മുഖം വാടി. മറ്റൊന്നും കൊണ്ടല്ല, ഇവരുടെ ഈ വരവ് പതിവാണ്. വന്നാൽ പിന്നെ പോവാനോ വല്ല നേർച്ചയോ നേരണം. കൂടെയുള്ള ഒലിപ്പീര മകൾ ഇനി തൻ്റെ പിന്നാലെ ഒലിപ്പിച്ച് നടക്കും. ഇവർ നാട്ടിലില്ലായിരുന്നു, അതിനാൽ കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ ശല്യം ഇല്ലായിരുന്നു എന്ന് അഭി പറഞ്ഞത് കേട്ടിട്ടുണ്ട് എന്ന് ജീവ ഓർത്തുപോയി. എന്നാൽ റാണിയുടെ മുഖം ജീവയെ കണ്ടതും തിളങ്ങി. മോനെ ജീവ, നീ എന്താണായി ആലോചിക്കുന്നത്? ഞങ്ങളെങ്ങനെ പുറത്ത് നിർത്താനാണ് നിൻ്റെ ഉദ്ദേശം? ഞങ്ങൾ അകത്തേക്ക് വിളിക്കട മോനെ.
സുമിത്ര അതും പറഞ്ഞ് ജീവ വിളിക്കുന്നത് പോലും കാത്തു നിൽക്കാതെ അകത്തേക്ക് നുഴഞ്ഞു കയറി. പിന്നാലെ ഭർത്താവും മകളും. ആതിഥ്യ മര്യാദ പാലിക്കണമല്ലോ എന്ന് കരുതി ജീവ അവർക്ക് കുടിക്കാൻ കൊടുത്തു. കുറച്ചു നേരം അവരുമായി സംസാരിച്ചു. വീട്ടിലുള്ളവരൊക്കെ ഒരു യാത്ര പോയിരിക്കുകയാണ്, അവർ വരാൻ വൈകും, എനിക്ക് ഇത്തിരി തിരക്കുള്ളതാ, നിങ്ങൾ ഇനിയൊരു ദിവസം വന്നോളൂ എന്നും പറഞ്ഞ് ജീവ എങ്ങനെയും അവരെ തിരിച്ചയക്കാൻ നോക്കിയെങ്കിലും സാരമില്ല മോൻ എവിടെ വേണമെങ്കിലും പൊക്കോളൂ, ഞങ്ങൾ ഇവിടെ നിന്നോളാം, ഞങ്ങളുടെ ആ വരവിനെ മോനൊരു സർപ്രൈസ് കൂടിയുണ്ട് എന്നും പറഞ്ഞ് അവർ ഗസ്റ്റ് റൂമിലേക്ക് പെട്ടിയും പ്രമാണം എടുത്ത് നടക്കുമ്പോൾ ജീവ ആകെ പെട്ട അവസ്ഥയിലായിരുന്നു. അതിനിടയിലാണ് ആ പെണ്ണിൻ്റെ വല്ലാത്തൊരു ഭാവത്തിലുള്ള നോട്ടവും. ആരവിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമല്ലോ എന്നോർത്ത് ജീവ അവളെ ശ്രദ്ധിക്കാതെ മുറിയിലേക്ക് നടന്നു. എന്തൊക്കെയോ ആലോചിച്ച് മുറിയുടെ ഡോർ ലോക്ക് ചെയ്ത് വരുന്ന ജീവയെ കണ്ടതും ആര് ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അവൻ താഴെ വന്ന ആൾക്കാരുടെ കാര്യം അവളോട് പറഞ്ഞതും ആരവിൽ ഭയം നിറഞ്ഞു. പെട്ടെന്നാണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അവരായിരിക്കാം എന്ന് പറഞ്ഞ ജീവ ആരവിനെ പൊക്കിയെടുത്ത് വാർഡ്രോബിനകത്ത് കയറ്റി ഡോർ പതിയെ അടച്ചു. ശേഷം മുറിയുടെ ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്ന റാണിയെ കണ്ടപ്പോൾ ജീവയ്ക്ക് ചൊറിഞ്ഞു കയറി വന്നു. പിന്നെ ചെറിയമ്മയോർത്തൊന്നും മിണ്ടാതിരുന്നു. ജീവേട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നത്, എന്നെ അകത്തേക്ക് വിളിക്കുന്നില്ലേ എന്നും പറഞ്ഞ് അധികാരത്തെ മുറിയിലേക്ക് കയറി വരുന്നവളെ കണ്ടതും ജീവ നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തി. ജീവേട്ട, ഇതെന്താ ഈ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് മാറ്റാത്തത്, ഇനി ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന ജീവയുടെയും ആരവിൻ്റെയും മാരേജ് ഫോട്ടോസും വേറൊരു ഫോട്ടോയിലേക്കും നോട്ടം പായിച്ചുകൊണ്ട് റാണി പറഞ്ഞത് കേട്ടത് ഇഷ്ടപ്പെടാതെ ജീവ കടുപ്പിച്ചവളെ നോക്കി. താനെന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടുന്നത്, എൻ്റെ മുറിയിൽ എവിടെയൊക്കെ എന്തൊക്കെ വേണമെന്നതേ എൻ്റെ ഇഷ്ടമാണ്, അത് പറയാൻ റാണിക്ക് അവകാശമില്ല. ജീവ പറഞ്ഞത് റാണിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും മുഖത്തൊരു ചിരി ഫിറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ആര് പറഞ്ഞു എനിക്ക് അവകാശമില്ലെന്ന്, ജീവേട്ടൻ്റെ ചെറിയച്ചന്മാരെ എനിക്ക് ആ അവകാശം തരാനുള്ള പുറപ്പാടില്ല. അവൾ പറഞ്ഞത് കേട്ടതും ജീവ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു, മനസ്സിലായില്ല, നിങ്ങളുടെ എക്സ് വൈഫുമായുള്ള ഡിവോഴ്സ് നടന്ന ഉടനെ നമ്മുടെ കല്യാണം നടത്താനാണ് എല്ലാവരുടെയും പ്ലാൻ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വലിയ താല്പര്യമില്ലായിരുന്നു. ഒരു തവണ കല്യാണം മുടങ്ങി, പിന്നെ അതേ ദിവസം ഏതോ ഒരുത്തിയെ കെട്ടി 1 മാസം തികയുന്നതിന് മുമ്പേ അടിച്ച് പിരിഞ്ഞു. ഇങ്ങനെയുള്ള ഒരാളുടെ ലൈഫിലേക്ക് ഞാൻ വന്നാൽ എന്തെങ്കിലും നടക്കുമോ എന്നുള്ള പേടി അവർക്കുണ്ട്. പിന്നെ എൻ്റെ ഒറ്റൊരാളുടെ നിർബന്ധം കാരണം അച്ഛൻ ഇതിന് സമ്മതിച്ചത്. എനിക്ക് ജീവേട്ടനെ അന്നേ ഇഷ്ടമായിരുന്നല്ലോ, അതറിഞ്ഞിട്ടും ജീവേട്ടൻ ആ തേപ്പുകാരി മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായി, അവൾ ഒളിച്ചോടിയില്ലേ, അവസാനം കെട്ടിയതോ വീട്ടിലെ വേലക്കാരിയെയും. ഇതൊക്കെയും കേട്ട് ജീവ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് നിൽപ്പാണ്. ഷടപ്പ്, വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു. ഞാൻ വായിൽ തോന്നിയതൊന്നും വിളിച്ചു പറഞ്ഞതല്ല, ഉള്ളതാ പറഞ്ഞത്. പിന്നെ നമ്മുടെ കല്യാണക്കാര്യം അത് ജീവേട്ടൻ്റെ ബാലിച്ചെറിയച്ചനോടും ശിവൻ ചെറിയച്ചനോടും ചോദിച്ചാൽ മതി, എല്ലാം വ്യക്തമാവും. എനിക്കൊന്നും അറിയാൻ താല്പര്യമില്ല. എൻ്റെ ഭാര്യ ആവാൻ മോഹിച്ച് ആരും ഇവിടെ ചുറ്റി തിരിയണമൊന്നുമില്ല. ജീവ താലി കെട്ടിയ പെണ്ണെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവളല്ലാതെ മറ്റൊരു പെണ്ണ് ഈ ഹൃദയത്തിലോ ഈ മുറിയിലോ കയറുന്നതേ എനിക്കൊന്ന് കാണണം. ജീവ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അവളോടത്ത് ജീവിക്കുകയും ചെയ്യും. അതുകൊണ്ടേ ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കുന്നത് മുന്നേ റാണി പോവാൻ നോക്ക്. അത് കേട്ടതും റാണിയുടെ മുഖം രക്തവർണ്ണമായി. അതിന് ജീവേട്ടൻ മാത്രം വിചാരിച്ചാൽ മതിയോ? ഇവിടുത്തെ കഥ എനിക്കും കുറച്ചൊക്കെ അറിയാം. കഥയും കവിടെയൊക്കെ അവിടെ നിൽക്കട്ടെ. തൽക്കാലം വേണ്ടാത്ത മോഹങ്ങൾ വല്ലതും മനസ്സിൽ കയറ്റിയിട്ടുണ്ടല്ലേ, അതൊക്കെ മറക്കുന്നതാണ് നല്ലത്. മറക്കാനോ? അങ്ങനെ എനിക്ക് പെട്ടെന്ന് ജീവേട്ടനെ മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനിവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അന്നൊക്കെയും ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതല്ലേ. അന്നൊക്കെ ജീവേട്ടൻ ഇതുപോലെ അല്ലായിരുന്നു ബിഹേവ് ചെയ്തത്. എനിക്കറിയാം ജീവേട്ടൻ അവളെ ഇഷ്ടത്തോടെ അല്ല കല്യാണം കഴിച്ചതെന്ന്. ഇപ്പോഴും അവളോട് ഇഷ്ടമൊന്നും ഇല്ലെന്നും എനിക്കറിയാം. ഇപ്പോൾ ഈ പറയുന്നത് ആരോടുള്ള വാശിപ്പുറത്താണെന്നും അറിയാം. അതുകൊണ്ട് ഞാൻ മോഹിച്ചതൊന്നും മറക്കാനും പോണില്ല. വൈകാതെ ജീവേട്ടൻ്റെ ഭാര്യയായി ഈ മുറിയിൽ ഞാൻ അധികാരത്തോടെ വരികയും ചെയ്യും. ജീവ റാണിക്ക് മാത്രമുള്ളതാ, അതാ ഇങ്ങനെയൊക്കെ നടന്നത് എന്നും പറഞ്ഞ് അവൾ മുറി വിട്ടിറങ്ങിയപ്പോൾ ജീവ അവൾ പറഞ്ഞതിൻ്റെ ഷോക്കിൽ തന്നെയായിരുന്നു. താനറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു എന്നറിഞ്ഞ ജീവയ്ക്ക് അപ്പോഴാണ് ആരുവിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. അവളെല്ലാം കേട്ട് കാണുമല്ലോ എന്നത് അവനിൽ പരവേശം നിറച്ചു. പെട്ടെന്ന് ഡോറടിച്ച് ലോക്ക് ചെയ്ത് വാർഡ്രോബ് തുറന്നപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ആരുവിനെയാണ് കാണുന്നത്. ജീവയൊന്ന് നോക്കുക പോലും ചെയ്യാതെ ആര് ഡോറിനരികിലേക്ക് നടന്നു. ആദ്യം ഞാനൊന്ന് പറയട്ടെ. കലങ്ങിയ കണ്ണുകളോടെ അവനൊന്ന് നോക്കി ഡോറും തുറന്ന് അവൾ അവരുടെ കണ്ണിപ്പെടാതെ ഗേറ്റിന് വെളിയിൽ എത്തിയപ്പോഴാണ് പുത്തമ്പുരക്കലിലെ ഗേറ്റിന് മുന്നിൽ നിൽക്കുന്ന സിദ്ധുവിനെ അവൾ കാണുന്നത്. അവനെ കണ്ടതും ആരുവിൽ ഭയം നിറഞ്ഞു. അവനവളോടൊന്നും ചോദിച്ചില്ലെങ്കിലും കടുപ്പിച്ചുള്ള അവൻ്റെ നോട്ടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ആരും അകത്തേക്ക് കയറിപ്പോയതും സിദ്ധുവിൻ്റെ കണ്ണുകൾ അപ്പുറത്തെ വീട്ടിലെ വരാന്തയിൽ നിൽക്കുന്ന ജീവയിൽ ചെന്ന് നിന്നു. കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ സിദ്ധു ജീവയ്ക്കരികിലേക്ക് നടന്നു.